ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്ര തുടർച്ചയായ രണ്ടാം ദിവസവും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. പ്രിയങ്ക ഗാന്ധിയും വദ്രയ്ക്കൊപ്പം ഇഡി ഓഫീസിൽ എത്തി. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, നമസ്കാരം. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? മോദി, ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും റോബർട്ട് വാദ്ര ഇഡി ആസ്ഥാനത്തിനകത്ത് തന്നെയാണുള്ളത്. പ്രിയങ്ക ഗാന്ധി ഇഡി ആസ്ഥാനത്തിന് തൊട്ട് മുന്നിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതാണ്. അതായത് ഇഡി ഈ ചോദ്യം ചെയ്യലിന് ശേഷം റോബർട്ട് വാദ്രയെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിൽ ആകാംക്ഷ ഇപ്പോഴും ഉണ്ട്. തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താൻ എല്ലാം ഇതിനോടകം തന്നെ ഇഡിക്ക് മുൻപിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സമർപ്പിക്കാനുള്ള ഈ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാനുള്ള രേഖകളെല്ലാം, തന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ഇതിനോടകം ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രതികരണമാണ് റോബർട്ട് വാദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2019 തന്നെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. 15 വട്ടമാണ് ഈ 2008 ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തത്. അപ്പോഴെല്ലാം താൻ ഈ ഉത്തരങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇഡി എന്ന കാര്യമാണ് ഇപ്പോൾ റോബർട്ട് വാദ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് എന്നാൽ വലിയ രീതിയിൽ തന്നെ സുരക്ഷയും ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നാഷണൽ ഹെറാൾഡും നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ റോബർട്ട് വാദ്രയുടെ ചോദ്യം ചെയ്യലുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ? ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോഴും ഇഡി. പ്രിയങ്ക ഗാന്ധിയോടൊപ്പമാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയത്. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്.